സംഗൃത പമകരി തങ്കത്തുങ്കത്തതിങ്കിണ ദിന്തിമി തളങ്കിട മേളം തകദിന്തിമി ജലങ്കിടം കിടതക്കത്താരന്തിട ദിന്തിമി തലങ്കിട. അമ്മയും മകളും തമ്മിലുള്ള പിണക്കമൊക്കെ തീർന്നാ? ഞങ്ങള് തമ്മിൽ കൂട്ടായി, പക്ഷെ ചിലവരുടെ കൂട്ട് പൊട്ടും. നാത്തൂമാര് തമ്മിൽ വീണ്ടും ഉടക്കിയല്ലേ? എന്തുവാടി പശു അമ്മേ? എടാ ഓ, നീ എത്ര നാള് പോയി ജയിലിൽ കിടക്കണോടാ മോന്? എന്റെ അമ്മ അതൊക്കെ കോടതിയുടെ വിധി പോലിരിക്കും. ചിലപ്പം 6-7 വർഷമൊക്കെ അകത്ത് പോയി കിടക്കേണ്ടി വരും. ആണോ? എന്റെ പൊന്നു മണ്ണി കഷ്ടായി പോയല്ലോടാ. അത്ര നാളും എന്റെ മോൻ കിടക്കണം അല്ലേ? അതെ, മക്കളായ അമ്മമാര് ശിക്ഷിക്കും. കൊടുക്കമേ, കണ്ടിന്യൂ ടു ബി കണ്ടിന്യൂ ടു ബി കണ്ടിന്യൂ. എന്നാ പ്രശ്നം? എടാ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞ നീ എന്റെ കാറെഴുതി വാങ്ങാൻ നോക്കിയല്ലേടാ? കൈവിട്. അത് പിന്നെ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എനിക്ക് വണ്ടി എഴുതി തരത്തില്ലെന്ന് അറിയാം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ നിനക്ക് ഒരു കാലത്ത് ഒന്നും എഴുതി തരാൻ പോടില്ല. അമ്മ ഒന്നും തരില്ല. ആ കാറേ അച്ഛൻ എനിക്ക് തരാൻ വെച്ചതാ, അത് എനിക്ക് തന്നെ കിട്ടും, അല്ലെങ്കിൽ ഞാൻ അടിച്ചു മാറ്റും. പിന്നെ അച്ഛാ നാണം ഉണ്ടോ അച്ഛാ? എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണല്ലോ പ്രശ്നം. ഓരോരുത്തരുടെ ഗതി അത്ര അല്ല, എന്തോ പറയാനാ. എടാ ഇന്ന് തന്നെ എന്റെ കാറിന്റെ പേപ്പർ കിട്ടണം, ഇന്ന് തന്നെ. ആ മക്കള് കുറച്ചങ്ങോട്ട് തന്നെ. എന്തേ അമ്മ കാർ എഴുതി തന്നിട്ടില്ല? വഞ്ചകി, നീ അതിനെ ചതിച്ചതല്ലേ? അയ്യോ ഞാനല്ലല്ലോ, നിങ്ങളല്ലേ അമ്മയെ ചതിച്ചേ. പിന്നെ എന്റെ അച്ഛനും നിങ്ങളെ അമ്മയും നിങ്ങൾക്ക് ഒന്നും തരാൻ പോകുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയാ? നിങ്ങളെ കയ്യിലിരിപ്പിന്റെ കുണം കൊണ്ടല്ലേ. നീ പട്ടിണി കിടക്കുമ്പോ പഠിക്കൂടി. അച്ഛാ എന്താടാ? അപ്പൊ അച്ഛൻ നീ ജയിലിൽ പോവില്ല? അച്ഛൻ ജയിലിൽ പോകാത്തതാണോ നിനക്ക് കുഴപ്പം? അല്ല, അച്ഛൻ ആദ്യമായിട്ട് ശമ്പളം കിട്ടുന്ന സ്ഥലമായി. അച്ഛന്റെ ശമ്പളം ഉണ്ടാക്കാഞ്ഞിട്ടാ? ചെക്കൻ പറഞ്ഞാലെന്നാ തെറ്റ്? മര്യാദക്ക് എല്ലാരും കൂടെ നല്ല വണ്ടിയിൽ യാത്ര ചെയ്യട്ടെന്നോർത്താണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്തത്. അപ്പൊ നിനക്ക് അതൊന്നും വേണ്ട. നീ ഈ ഇരുമ്പിലും തുരുമ്പിലും തന്നെ യാത്ര ചെയ്തോടി. പിള്ളേരെ കേട്ടല്ല, ഇവളാ പാര വെച്ചു അനുഭവിച്ചു. മുന്നോക്കം